രാവിലെ നമുക്ക് കമ്പനി നോട്ടമുണ്ട്, ഫർണിക്കാവിനാണ് ഓട്ടം. നമ്മൾ രാവിലെ ഒന്ന് ലോഡെല്ലാം കയറ്റി 2 വണ്ടിക്കാണ്. ഈ വണ്ടിയുണ്ട്, നമ്മുടെ വണ്ടിയുണ്ട്. 2 വണ്ടി ലോഡെല്ലാം കയറ്റി ഇട്ടേക്കുവാണ്. ഇന്ന് മനോണ്ണാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഞാനും മനോണ്ണോടാണ് പോകുന്നത്. 2 വണ്ടി ലോഡെല്ലാം കയറ്റി സെറ്റാക്കി ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബില്ല് കിട്ടി പറഞ്ഞാൽ നമ്മൾ പോവും. പെട്ടമില്ല, മഴക്കാറാണ് ഭയങ്കര. എണ്ണം പടുതയൊക്കെ ഇട്ടോണ്ടിരിക്കുകയാണ്. നമ്മുടെ ബായി ഇവിടെ ഇപ്പോൾ ഉണ്ട്. കഴിഞ്ഞ ദിവസം കൂടെ വന്ന ബായി. ഞങ്ങൾ 2 വണ്ടി നിർത്തിയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി. ഇനി നമ്മൾ കഴിക്കാൻ കയറിയിട്ടുണ്ട്. ഇനി ഫുഡ് വന്നാൽ മതി. അവിടെ ഫുഡ് വന്നിട്ടുണ്ട്. നമുക്കിനി ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം. കഴിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ പോവാണ്, വണ്ടി എടുക്കാൻ പോവാണ്. വഴിയെല്ലാം ഭയങ്കര ബ്ലോക്കാണ്. വണ്ടി പുറകിലുണ്ട്. ഇങ്ങനെ നമ്മൾ ഇറക്കുന്നിടത്തെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഇറക്കേണ്ടത്. അങ്ങോട്ടാ കാണിക്കുന്നല്ലേ? മഴ പെയ്തു. ഫ്രണ്ട് വാ നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇങ്ങോട്ട് കമ്പി ഉണ്ടേ. നമ്മളൊരു വണ്ടിയിലെ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞു. അതങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി എൻ്റെ വണ്ടിയിൽ ഇറക്കാനുണ്ട്. അതിപ്പോൾ ഇറക്കാൻ തുടങ്ങും. മഴയാണ്, അതിനിടയ്ക്കൊരു മഴയും പെയ്തു. ഇനിയിപ്പോൾ ആ വണ്ടി ഇപ്പോൾ മാറിയിട്ട് നമ്മുടെ വണ്ടി അങ്ങോട്ട് കയറ്റിയിടും. നമ്മുടെ വണ്ടിയുടെ സാധനം എല്ലാം പെട്ടെന്ന് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ തിരിച്ചു പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഒരു വണ്ടിപ്പുറത്തൊരു ചേട്ടനിരുന്ന് പോകുന്നത് കണ്ടത്. പുള്ളിക്കൊരു കൂസലും ഇല്ല, തലയിലൊക്കെ മരങ്ങളൊക്കെ തട്ടുന്നുണ്ട്. പക്ഷേ പുള്ളിക്കൊരു കുഴപ്പമില്ല, പുള്ളി നൈസായിട്ട് അതിന് മേളിൽ തന്നെ ഇരിക്കുകയാണ്. ആ സാധനം ഇറക്കി നമ്മൾ തിരിച്ചു വന്നായിരുന്നു. അതിന് നമുക്ക് ചെറിയൊരു വിറയിൻ്റെ ഓട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ അടുത്തോട്ട് തന്നെ ആയിരുന്നു. ഇത് നമ്മൾ പഠിച്ച സ്കൂളാണിത്. ഇപ്പം പിള്ളേരൊക്കെ കുറവാണ്. പണ്ടൊന്നും ഇങ്ങനെ ഇഷ്ടംപോലെ പിള്ളേരെ കാണാൻ നല്ല രസമായിരുന്നു. ഇപ്പോൾ ആരുമില്ല, മൊത്തം കാടൊക്കെ കയറി കിടക്കുകയാണ്. പഴയ ഓർമ്മകൾ. ഓട്ടോ എല്ലാം കഴിഞ്ഞ് നമ്മൾ സ്റ്റാൻഡിലുണ്ട്. ഇനിയിപ്പം ഓട്ടോ ഒന്നുമില്ല. 6 മണിയൊക്കെ ആയി. ഇനിയിപ്പോൾ നമുക്ക് 6:13 ആയി. ഇപ്പം ഒരു 10 മിനിറ്റ് നമുക്ക് വണ്ടി കൊണ്ടുവന്ന് ഇട്ടേക്കാം. ഇത് ഫേമസ് ആണ്, നല്ലൊരു കലാകാരനാണ്. ഇവിടെ ഇല്ലായിരുന്നു, ജയിലിലായിരുന്നു 2 ദിവസമായിട്ട് ഇറങ്ങിയിട്ട്. നമ്മൾ ഓട്ടം കഴിഞ്ഞ് വണ്ടിയെല്ലാം കൊണ്ടിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടിപ്പറിനൊരു ഓട്ടം വന്നു. പിന്നെ പെട്ടെന്ന് നമ്മൾ അത് പോയി. താന്നു പോയി ടയറ്. ചാപ്പിലെ കള്ള് എന്ന് നീന്തി നടന്നൊരു കാലം കല്ലായിപ്പുഴയുടെ കീഴേ. ഇതാണ് വലിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഒരു വണ്ടി വന്നിട്ടുണ്ട്. ഇതിനെപ്പോഴും താഴാനേ ഉള്ളൂ സമയം. പോകുന്നിടത്തെല്ലാം താഴുവാണ്, നാണം കെടുത്താൻ വേണ്ടി. ഈ പുള്ളിയാണ് ഇതിൻ്റെ ഡ്രൈവർ, ഒരു പ്രയോജനമില്ല. അതങ്ങനെ നമ്മൾ വലിച്ചു കയറ്റി റോഡിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മനോൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. ആ വണ്ടി ഇനി വേറെ അങ്ങോട്ട് ലോഡ് കയറ്റാൻ വേണ്ടി പോവാണ്. വണ്ടി വരുമായിരുന്നു. ഈ പാടൊന്നും ഇല്ലായിരുന്നു. പാടം വേണമെങ്കിൽ സാധനം ഇറക്കിയിട്ട് നമുക്ക് പോയായിരുന്നു. നമ്മൾ വണ്ടിയെല്ലാം വലിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇപ്പോൾ ഇവിടെ വണ്ടി വലിക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരു മോശം അവസ്ഥ ഉണ്ടായത്. നമ്മളൊരു ഏതോ ഒരു പുള്ളിക്കാരൻ നമ്മളെ ഒന്ന് ചീത്തയൊക്കെ വിളിച്ചിട്ടാണ് പോയത്. പുള്ളിയും ഡ്രൈവറാണെന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ ഡ്രൈവറാണെങ്കിൽ പുള്ളി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഒരു അവസ്ഥയെപ്പെട്ട് കിടക്കുമ്പോഴത്തേക്കും നമ്മളെ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. പുള്ളിയാണ് വന്നിട്ട് പറഞ്ഞിട്ടാ ഞാൻ ജാക്കി വെച്ചോണ്ട് എന്നോട് പറഞ്ഞു ജാക്കി വെക്കണ്ട, ഞങ്ങൾ വണ്ടി കയറ്റി തരാമെന്ന് പറഞ്ഞു. നമ്മൾ ചേട്ടാ ജാക്കി വെച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി ഞങ്ങളെ ചീത്ത വിളിച്ചു. ഞങ്ങളൊന്നും മിണ്ടാൻ പോയില്ല, ഞങ്ങളത് കേട്ടു. കാരണം നമ്മൾ വേറെ സ്ഥലത്ത് വന്നിട്ട് അവരോട് നമ്മൾ വെറുതെ വിഷയം ഉണ്ടാക്കുന്നതിനാണ് വെറുതെ നമ്മൾ ഒന്നും മിണ്ടിയില്ല. നമ്മളൊക്കെയാണ് ഒരു വണ്ടി എവിടെയും കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ചീത്തയോ കാര്യങ്ങളൊന്നും പറയത്തില്ല, നേരെ തന്നെ ഒന്നും പറയത്തില്ല. നമ്മൾ വലിച്ച് കയറ്റി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒത്തിരി നമ്മൾ രക്ഷപ്പെടുത്തി ഓരോ പഴയ ആൾക്കാരെ നമ്മളങ്ങനെ വിട്ടിട്ടുണ്ട്. നമ്മൾ ആരോടും അങ്ങനെ ചീത്ത പറയാനോ ഒന്നിനും പോയിട്ട് നമ്മൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. പക്ഷെ പുള്ളിയെ കാണിച്ച പക്ക തോന്നിവാസമാണ്.